അവർക്ക് കൊടുക്കാൻ സമയമാകുമ്പോഴേക്ക് വാഴയില്ല, പറമ്പില്ല, ഒന്നുമില്ല ഉണ്ടായി കഴിയുമ്പോൾ അങ്ങനെ ഉപജീവനമാർഗ്ഗം ഒരുപാട് നമുക്ക് നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. സങ്കടകരമായ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പുലി, ആന, പന്നി ഇങ്ങനെ സകല ജീവികളെ കൊണ്ടും ഇവിടുത്തെ കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഴ നഷ്ടപ്പെടുന്നത്. ഏത്തവാഴ കൃഷി ഇവിടുത്തെ ഒരു വലിയ കൃഷിയാണ്. വാഴക്കൃഷി കൃഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൃഷിഭവനിൽ നിന്ന് ഒരാൾ വന്ന് നോക്കാൻ പോലുമുള്ള സൗമനസ്യം കാണിക്കുന്നു. 1000 വാഴ 2000 വാഴയൊക്കെ വയ്ക്കുന്ന ചെറുകിട കർഷകർ അത് നഷ്ടപ്പെട്ടു പോയാൽ അവനതിന് ചിലവായ പൈസയെങ്കിലും കിട്ടുന്നതിന് പകരം 1000 വാഴ പോയി കഴിഞ്ഞാൽ പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യവും ആവാഹിച്ച ഒരു പ്രദേശമാണ് അട്ടപ്പാടി. കർഷകരും കർഷക തൊഴിലാളികളും ആദിവാസികളടങ്ങുന്ന അധസ്ഥിത വർഗം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം. എന്നാൽ ഇന്ന് അട്ടപ്പാടിയിലെ ജനങ്ങൾ രൂക്ഷമായ പ്രശ്നത്തിൽപ്പെട്ട് ഉഴലുകയാണ്. തങ്ങളുടെ കാർഷിക വിളകൾ ഉൾപ്പെടെ വന്യമൃഗങ്ങൾ വ്യാപകമായി നശിപ്പിക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ് പാവങ്ങളായ കർഷകർ. അങ്ങനെ ജീവൻ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാർക്ക് അങ്ങനെ, ഞാൻ കൃഷി ചെയ്യുന്നില്ല, ഞാൻ നിർത്തി. എന്താ പറയുക, നമ്മൾ വർഷം പറമ്പ് ഓട്ടിച്ച് വളമിട്ട് വാഴ വെച്ച് കുത്തു കൊണ്ടുവന്ന് പണിക്കാരനെ വെച്ച് അത് നട്ടു കഴിഞ്ഞിട്ട് നമ്മളത് കൊല വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അത് കണ്ടിട്ടായിരിക്കും ഒരാളത് 10 രൂപ നമ്മൾ മേടിക്കുക. അവർക്ക് കൊടുക്കാൻ സമയമാകുമ്പോഴേക്ക് വാഴയില്ല, പറമ്പില്ല, ഒന്നുമില്ല ഉണ്ടായി കഴിയുമ്പോൾ അങ്ങനെ ഉപജീവനമാർഗ്ഗം ഒരുപാട് നമുക്ക് നഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. സങ്കടകരമായ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കൂലിപ്പണിക്ക് പോകുന്നവർക്ക് പിന്നെ കൂലിപ്പണി പോകും, കിട്ടും. കൃഷി വെച്ച് ജീവിക്കുന്നവരാണ് അട്ടപ്പാടിത്തെ ആൾക്കാർ. കംപ്ലീറ്റ് ആൾക്കാർ കൃഷിയാണ്. വാഴയും കപ്പയും ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകളാണ് കാട്ടാനക്കൂട്ടം കൃഷിഭൂമിയിലേക്ക് ഇറങ്ങിയെത്തി നശിപ്പിക്കുന്നത്. കൂടാതെ ആന ചവിട്ടിക്കൊല്ലുന്നതും ഇവിടെ വാർത്തയാണ്. വന്യമൃഗശല്യത്തിനെതിരെ കൃത്യമായ നടപടി സ്വീകരിച്ച് അട്ടപ്പാടിയിലെ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരും വനം വകുപ്പും തയ്യാറാകുന്നില്ല എന്നതാണ് അട്ടപ്പാടിയിലെ ഓരോ ജനങ്ങൾക്കും പറയാനുള്ളത്. എത്ര കാലം ഇനിയും തീ തിന്ന് ജീവിക്കണമെന്നാണ് ഇവിടെയുള്ള കർഷകർ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നത്. അട്ടപ്പാടിയിൽ തന്നെ നിരവധി ജീവനുകളാണ് ഈ കഴിഞ്ഞ നാളുകളിൽ എടുത്തിട്ടുള്ളത്. വന്യമൃഗങ്ങൾ, ആന, ഇപ്പം ആനയെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം പുലിയും കൂടിയായി. പുലി കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഈ പരിസരത്തുൾപ്പെടെ പുലി വന്ന് ഇപ്പം നമ്മുടെ കന്നുകാലികളെയാണ് ഇപ്പം തുടങ്ങിയിരിക്കുന്നത്. കന്നുകാലികളെ അതൊക്കെ നിരവധി വാർത്തയായിട്ടുള്ളതാണ്. പുലി, ആന, പന്നി ഇങ്ങനെ സകല ജീവികളെ കൊണ്ടും ഇവിടുത്തെ കർഷകർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. പക്ഷേ ഈ ആളപായം വന്നിട്ടുള്ള കുടുംബങ്ങളെ സഹായിക്കാനോ അതിനു വേണ്ട അവർക്ക് വേണ്ട ഒരു കൈത്താങ്ങ് നൽകാനോ ഒന്നും ഈ ഗവൺമെന്റോ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകം. പാലക്കാടിന്റെ മലയോര മേഖലയാണ് മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന അട്ടപ്പാടി. സാധാരണക്കാരിൽ സാധാരണക്കാരായ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം. കാർഷിക വൃത്തി തന്നെയാണ് അട്ടപ്പാടിക്കാരുടെ പ്രധാന വരുമാന മാർഗം. ആദിവാസി ഊരുകളിൽ കാലി വളർത്തലും പ്രധാന തൊഴിലായി സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് അട്ടപ്പാടിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം വന്യമൃഗശല്യം തന്നെയാണ്. വന്യമൃഗശല്യങ്ങളുടെ ഭാഗത്തു നിന്ന് ആക്രമണം അവരെ പ്രശ്നം തീറ്റ തരുന്ന നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കാർഷിക വിളകളാണ്, പ്രത്യേകിച്ച് വാഴ, തെങ്ങ്, കമുക്, ചെറിയ വിളകളും ദീർഘകാല വിളകളും അവർ നശിപ്പിക്കുകയാണ്. തെങ്ങിനൊക്കെ എന്ന് വെച്ചാൽ വളരെ നിസ്സാരമായ ഒരു പൈസയാണ് നഷ്ടപരിഹാരമായിട്ട്. അത് അടയ്ക്കാൻ പറ്റത്താണെങ്കിൽ ചെറിയൊരു പൈസ, അടയ്ക്കാൻ വരുമ്പോൾ ചെറിയൊരു പൈസയാണ് സർക്കാർ നശിപ്പിച്ചുള്ളത്. പക്ഷേ 10, 50, 60 വർഷം കർഷകന് ആദായം കിട്ടേണ്ട ഒരു വിള നശിപ്പിച്ചിട്ട് തുച്ഛമായ തുകയാണ് കൃഷിക്കാരന് കിട്ടുന്നത്. ഇത് വർദ്ധിപ്പിക്കണം, ഇത് വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഒരു വാഴയ്ക്കാണെങ്കിൽ 20 രൂപ 30 രൂപയൊക്കെയാണ് കിട്ടുക. ആ സ്ഥാനത്ത് ഒരു വാഴ വെച്ച് പകുതി വർഷത്തുമ്പോൾ തന്നെ ഏതാണ്ട് 150 രൂപ 100 രൂപയ്ക്ക് മുകളിൽ ഒരു കർഷകർക്ക് അവിടെ ചെറിയൊരു നിസ്സാരമായ പൈസയാണ്. കാട്ടാനയും കടുവയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി കർഷകരുടെ വാഴയും മറ്റു കൃഷികളും നശിപ്പിക്കുമ്പോൾ യാതൊരു നടപടിയും ഇതിനെതിരെ കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാരോ വനം വകുപ്പോ തയ്യാറാകുന്നില്ല എന്നാണ് അട്ടപ്പാടിയിലെ കർഷകരുടെ പ്രധാന ആക്ഷേപം. ഇതുമായി ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ടും ഒരു കർഷകനും കിട്ടുന്നില്ല എന്നുള്ളത്.
ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വലിയ വാഗ്ദാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ ₹1 ഒരു കർഷകന് കിട്ടിയതായിട്ട് എൻ്റെ അറിവിലില്ല. അതുപോലെ തന്നെ കൃഷിനാശം സംഭവിക്കുന്നവർക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഴ നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഏത്തവാഴ കൃഷി ഇവിടുത്തെ ഒരു വലിയ കൃഷിയാണ്, വാഴക്കൃഷി. കൃഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൃഷിഭവനിൽ നിന്ന് ഒരാൾ വന്ന് നോക്കാൻ പോലുമുള്ള സൗമനസ്യം കാണിക്കുന്നില്ല. 1000 വാഴ 2000 വാഴയൊക്കെ വയ്ക്കുന്ന ചെറുകിട കർഷകരെ അത് നഷ്ടപ്പെട്ടു പോയാൽ അവനതിന് ചിലവായ പൈസയെങ്കിലും കിട്ടുന്നതിന് പകരം 1000 വാഴ പോയി കഴിഞ്ഞാൽ, ഇന്നലെ എന്നോടൊരു കൃഷിക്കാരൻ പറയുകയായിരുന്നു, 1100 വാഴ വെച്ചൊരു കൃഷിക്കാരന് വാഴ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് കിട്ടിയത് 160 വാഴയുടെ പൈസ. 160 വാഴയുടെ പൈസ വിത്തിൻ്റെ വില പോലും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ അവനിത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകളാണ് ഇവിടെ കാട്ടാനക്കൂട്ടങ്ങൾ നശിപ്പിക്കുന്നത്. നിരവധിയായ സമര പരിപാടികൾ അട്ടപ്പാടിയിലെ ജനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും വന്യമൃഗശല്യത്തിന് പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ലക്ഷക്കണക്കിന് രൂപയുടെ എനിക്ക് തന്നെ നഷ്ടമായിട്ടുണ്ട്. 2 ലക്ഷം രൂപയുടെ അടുത്ത് നഷ്ടം എനിക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പം ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് രൂപയുടെ, കോടികളുടെ നഷ്ടമാണ് അട്ടപ്പാടിയെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. ഞാൻ പറയുന്നത്, ഒരു വാഴയ്ക്കകത്തായിരിക്കും കയറുന്നത്. ഇതിന് ചുറ്റും ഏലം, ജാതി, മറ്റ് അനുബന്ധ കൃഷി സംവിധാനങ്ങളുണ്ട്. ഇതൊന്നും തിന്നാനല്ലെങ്കിൽ ഇത് ചവിട്ടി നശിപ്പിക്കുകയാണ്. ഒരു ജാതി എന്ന് പറഞ്ഞാൽ അത് 4 മാസം കഴിയുമ്പോഴാണ് ഒരു തട്ടെടുക്കുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ചവിട്ടി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. പാലക്കാടിന്റെയും കേരളത്തിന്റെയും ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച അട്ടപ്പാടിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. എന്നാൽ ഇവർക്കാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പോലും സംസ്ഥാന ടൂറിസം വകുപ്പും പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ പ്രധാന ഉപജീവന മാർഗമായ കാർഷിക വിളകളെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു പോംവഴി ഇല്ലെന്നാണ് കർഷകർ പറയുന്നത്. ഓരോ കർഷകനും വരുന്ന നഷ്ടം വലുതാണ്. കാരണം ഇവൻ കഷ്ടപ്പെട്ട കുടുംബം പോറ്റാൻ വേണ്ടി കൊണ്ടിരുന്നതൊക്കെ അതിൻ്റെ വിളവിലേക്ക് എത്തുമ്പോഴേക്കും വേണ്ടാത്തത് വലിച്ചൊടിച്ചിടുന്നു, അല്ലാത്ത തിന്നുന്നു, ചവിട്ടി. ഇത് ആന കയറിയാലത്തെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ സകല രീതിയിലും പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ കർഷകർ. സംസ്ഥാനം ഭരിക്കുന്ന ഇടതുമുന്നണി വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടെങ്കിലും അതെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ്. ചാമാറാകി കൊള്ളുക, അപ്പൊ ഇതൊക്കെ ഈ പറമ്പ് മൊത്തം ആൾക്കാരുടെ പറമ്പാണ്. കൃഷി ചെയ്യാൻ ഉപകരണമാണ് അവരങ്ങനെ ഇട്ടിരിക്കുന്നത്. പെയിന്റ് അടിക്കാൻ പോയിട്ടും തൊഴിലുറപ്പ് പണിക്ക് പോയിട്ടൊക്കെയാണ് ഇവിടെ ജീവിച്ചുകൊണ്ട്. കൃഷി ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ കടവില്ലാതെ നമുക്ക് അന്നാൾ ഒരു ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് നമുക്ക് ജീവിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ എത്ര പറമ്പുകളാണ്, 4-5 ആൾക്കാരുടെ ഫാമിലി പറമ്പുകളൊക്കെ അങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. നാട് മേയ്ക്കുക, വീട്ടിലേക്ക് വരാം, അത്രമാത്രം ചെയ്യാൻ പറ്റത്തുള്ളൂ. കൃഷി എന്ന് കഴിഞ്ഞാൽ ആന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സർക്കാർ എന്നതിന് എന്ത് നടപടി എടുക്കും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. പന്നി വരുന്നുണ്ട്, മാനുകൾ പിന്നെ പയറ് സംഭവങ്ങൾ നട്ടാൽ അത് മൊത്തം അവർ കാലിയാക്കും. പയറ്, തൊമര, നമ്മുടെ ചെറു വ്യവസായങ്ങൾക്ക് 3 മാസത്തിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആകുമ്പോഴത്തേനും അതൊക്കെ മാനൊക്കെ തന്നിട്ട് പോകും. ഇവിടെ ആനകൾ മാത്രമല്ല, ആനയും അതുപോലെ തന്നെ പുലിയും കടുവയും അതുപോലെ കുരങ്ങിൻ്റെ ഒക്കെ ശല്യം ഇവിടെ വ്യാപകമായുണ്ട്. ആനകൾ നിരന്തരം ഇവിടെയുള്ള 198 ഊരുകളിലും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഊരിൽ നിന്നല്ല, എല്ലാ ഊരുകളിലും ഒരാന എന്നല്ല, പല ആനകൾ കൂട്ടമായി വന്ന് അതുപോലെ തന്നെ ഇവരുടെ കൃഷി, അതുപോലെ വീടുകൾ നശിപ്പിക്കുക, ആളുകളെ കൊല്ലുക. വിറകെടുക്കാൻ പോകുന്ന ആളുകളെ ഇന്നലെ വരെ കൊന്ന ദിവസമാണുള്ളത്. എന്നാൽ സർക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു. ഒപ്പം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആദ്യ ചെക്ക് കൈമാറും, ഒരു 25,000 രൂപയുടെയോ 5 ലക്ഷം രൂപയുടെയോ. അത് കഴിഞ്ഞാൽ ആ ഫാമിലിക്കുള്ള മറ്റ് നഷ്ടപരിഹാരങ്ങളോ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന ജോലി വാഗ്ദാനങ്ങളോ ഒന്നും ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കുന്നുമില്ല. അതാണ് ആനയെക്കൊണ്ട് അട്ടപ്പാടി ഇപ്പോൾ വലിയൊരു പ്രോബ്ലത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദിവാസികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ അട്ടപ്പാടിയിലെ കർഷകർക്ക് നേരെ ഇനിയെങ്കിലും കണ്ണു തുറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായേ മതിയാകൂ.